വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ബഹുത് ദിനോം കെ ബാദ് എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ആക്ടിവിറ്റികളും മുഴുവൻ ക്വസ്റ്റ്യൻ്റെയും അതുപോലെ ആശയം പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി ആക്ടിവിറ്റികളും എല്ലാം ഇന്ന് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് വരൂ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോ കാണാനും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസലോം കി മുസ്കാൻ സെ ക്യാ താൽപര്യ ഹേ? ആ വിളകളുടെ പുഞ്ചിരി, നമ്മുടെ ക്രോപ്സിൻ്റെ ചിരിയുടെ അർത്ഥം എന്താണ്? ക്യാ താൽപര്യ ഹേ എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം നോക്കാം. കവി അപ്പനെ ഗാവ് മേ ബഹുത് ദിനോം കെ ബാദ് ആത്താ ഹേ. കവി തൻ്റെ ഗ്രാമത്തിലേക്ക് വളരെ നാളുകൾക്ക് ശേഷം വരുന്നു. വഹ് സോനെ കെ രംഗ് കാ ഫസലോം ദേഖ്താ ഹേ. അപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ആ വിളകൾ കാണുന്നു, നമ്മുടെ നെല്ല് കാണുന്നു. ഹരാ ബര ഗേത്ത് ബഹുത് സുന്ദർ ലഗത്താ ഹേ. അപ്പോൾ ആ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു വയൽ, ആ ഒരു പാടം വളരെ സുന്ദരമായിട്ട് കവിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദാൻ കൂട്ടത്തി കിഷോരിയോം കി കോക്കിൽ ഖണ്ഡി ധാൻ, ഇസ്സെ ആപ്പിനെ ക്യാ സംജാം? നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ ആ സുന്ദരമായ സൗണ്ടിൻ്റെ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ആൻസർ നോക്കാം. ബഹുത് ദിനോം കെ ബാദ് കവി ധാൻ കൂട്ടത്തി ലഡ്കിയോം കി മധുർ ആവാസ് സുനി ഹേ. ഒരുപാട് ദിവസങ്ങൾക്കു ശേഷം, നാളുകൾക്കു ശേഷം കവി നെല്ലുകുത്തുന്ന ആ സ്ത്രീകളുടെ മധുരമായ പാട്ട് സൗണ്ട് കേൾക്കുന്നു. ഉൻ ഗീതോം കോ കവി മൻബർ സുൻതാ ഹേ. ആ പാട്ട് കവി മനസ്സു നിറയെ കേൾക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. गवई पगडंडी की चंदन वर्णी धूल, यहाँ गाँव का कौन सा चित्र प्रकट होता है? ആ ഒറ്റയടി പാതയിലുള്ള ചന്ദന നിറത്തിലുള്ള ആ മണ്ണ് ഞാൻ തൊട്ടു. ഇവിടെ എന്താണ് ഇവിടെ പ്രകടമാകുന്നത്? എന്ത് ചിത്രമാണ് പ്രകടമാകുന്നത്? ഉത്തരം നോക്കൂ. ഗാവ് കെ കച്ചേ രാസ്തേ കെ ചന്ദൻ കെ രംഗ് കെ ധൂൽ കാ ചിത്ര പ്രകട ഹോത്താ ഹേ. ആ ഗ്രാമത്തിലെ ആ വഴിയിലൂടെയുള്ള ഒറ്റയടി പാതയിലൂടെയുള്ള ചന്ദന നിറമുള്ള മണ്ണാണ് ഇവിടെ, അതിൻ്റെ ചിത്രമാണ് പ്രകടമാകുന്നത്. അടുത്ത പേജിൽ നോക്കാം. അടുത്ത ആക്ടിവിറ്റീസ് ഇതാണ്. ചർച്ച കരെ. ഇത് നമ്മളോട് ജസ്റ്റ് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അബ് കി മേംനെ ജീബർ ദേഖി, അബ് കി മേം ജീബർ സുൻ പായ. ഈ ജീബർ എന്ന വാക്കിൻ്റെ അടിയിൽ വരച്ചിട്ടിട്ടുണ്ട്, അടിവരയിട്ടിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഉത്തരം. ജീബർ എന്നാൽ മൻഭർ, മനസ്സ് നിറയെ. അപ്പോൾ അതും കൂട്ടുകാർക്ക് മനസ്സിലായി. ഇനി അടുത്തത്. कवि ने कविता में कई विशेष अर्थ वाली पंक्तियों को प्रयोग किया है. ऐसी पंक्तियां पहचान कर लिखे. ഈ കവിതയിൽ കവി ഒരുപാട് വിശേഷ അർത്ഥവാലി, വളരെ വിശേഷപ്പെട്ട അർത്ഥങ്ങൾ വരുന്ന വരികൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? അതിൽ ഒന്നാമത്തെ ഉദാഹരണം കിഷോരിയോം കി കോഖിൽ ഖണ്ഡിതാൻ. എന്താണ്? ആ പെൺകുട്ടികളുടെ കുയിൽനാദം, അതാണ് ഒന്നാമത്തെ. 2 പക്കി സുൻഹലി ഫസലോം. 3 മൗൾസിരി കെ താസെ ടട്കെ ഫൂൽ. അടുത്തത് പഗഡണ്ടി കി ചന്ദൻ വർണ്ണി ധൂൽ. അടുത്തത് സമാൻ ആശയവാലി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖേ. ഇവിടെ കുറേ ആശയങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ആശയങ്ങളാണ്. ഈ ആശയം വരുന്ന വരികൾ ഈ കവിതയിലുണ്ട്. അപ്പോൾ ആ വരികൾ എടുത്ത് എഴുതുക വേണ്ടുള്ളൂ. ഒന്നാമത്തെ ആശയം ഗേത്ത് സ്വർണ്ണവർണ്ണി ഫസലോം സെ സമൃദ്ധ ഹേ. അപ്പോൾ ഈ വരി, ഈ ആശയം വരുന്ന വരി ഏതാണ്? കവിതയിലേക്ക് പോയാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കാണാം. ആദ്യത്തെ ഭാഗത്തിട്ടുണ്ട്. ഇതാ, പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. ഈ ഒരു ലൈനാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീൺ ബാലായെ മെഹനത്ത് കർത്തേ ഹുയെ മധുർ ഗീത് ഗാത്തി ഹേ. ഗ്രാമീണ പെൺകുട്ടികൾ അധ്വാനിച്ചുകൊണ്ട് മധുരമായ പാട്ടുകൾ പാടുന്നു. ഈ വരി വരുന്നത് ഏതായിരിക്കും? കൂട്ടുകാർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ആ വരിയിലുള്ളതാണ്. ദാൻ കൂട്ടത്തി കിഷോരിയോം കി കോകിൽ ഖണ്ഡി ധാൻ. ഇനി അടുത്തത്. തൻ മൻ കോ ഊർജ ദേനെ വാലി ഖുശ്ബു ഫൈൽ ജാത്തി ഹേ. മനസ്സും ശരീരത്തിനും നല്ല ഊർജം തരുന്ന സുഗന്ധം പരന്നു. അതേതിലായിരിക്കും വരിക? നമ്മുടെ അടുത്ത വരിയിൽ മൗൾസിരി കെ ഡേർ ഡേർ സെ താസെ ടട്കെ ഫൂൽ.
ഇതാണ് അവിടെ ആൻസർ. ആ ഒരു വരിയാണ് എഴുതേണ്ടത്. അതേപോലെ അടുത്തത് നോക്കൂ. ഗാവ് കി ഗലിയോം കി സുൻഹലി ധൂലി കാ എഹ്സാസ് ഹുവാ. ആ ഗ്രാമത്തിലെ തെരുവിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള പൊടി, മണ്ണിൻ്റെ ആ ഒരു ഇതാണ് ഫീൽ ചെയ്തു എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഈ വരിയിലാണ്. അപ്പനി ഗവയി പകിടണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൽ എന്നതാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് അവസാനത്തെ മൻ പസന്ത് ദെഹാത്തി ഗാന ചഖ്നെ ക മൗക്ക മില. മനസ്സ് നിറയെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റി, അത് ഏറ്റവും അവസാനം അല്ലേ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അബ് കി മേംനെ ജീബർ താൽ മഖാന ഖായ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആക്ടിവിറ്റി കവിത സെ ഇൻ പദോം കി വിശേഷത സൂചിത് കർനെ വാലെ ശബ്ദ് പഹ്ചാൻ കർ ലിഖേ. വിശേഷ പദ് കേട്ടോ. ഒന്നാമത്തെ ഫസൽ, വിളവിനെ എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്? പക്കി സുൻഹലി എന്നാണ്. നെക്സ്റ്റ് താൻ, ആ വോയിസിനെ കോഖിൽ ഖണ്ഡി എന്നാണ് വിശേഷിപ്പിച്ചത്. ഫൂലിനെ താസെ ടട്കെ, ധൂലിനെ ചന്ദൻ വർണ്ണി. അടുത്തത് കവിത ക ആശയ ലിഖേ. ഈ കവിതയുടെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർ ഈ കവിതയുടെ ആശയം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. വളരെ നന്നായിട്ട് പഠിക്കണം. ഇത് എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ആദ്യം ആശയം എഴുതുമ്പോൾ നമ്മൾ ഒരു 3 പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ കവിതയുടെ പേര് ഹെഡിങ് കൊടുത്തതിന് ശേഷം കവിയെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിനുശേഷം അടുത്ത പാരഗ്രാഫ് തിരിച്ച് ഈ കവിതയുടെ വരികളെക്കുറിച്ച് ഒന്ന് കണ്ടൻ്റായിട്ട് എഴുതുക. പിന്നീട് 3ാമത്തെ പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ പോലെ 2-3 സെൻറ്റൻസും കൂടി എഴുതുക. അപ്പോൾ ആൻസർ നോക്കാം. हिंदी के प्रगतिशील कवि नागार्जुन का सुंदर कविता है बहुत दिनों के बाद. ഇത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് 2ാമത്തെ പാരഗ്രാഫിൽ തുടങ്ങാം. कवि एक लंबे समय के बाद अपने चिर परिचित गांव में आता है. गांव के सुनहरी फसलों का मुस्कान देखता है. धान कूटती युवतियों का गीत सुनता है. मौसरी फूलों का सुगंध सूंघता है. पगडंडी की चंदन वर्ण धूल छूता है. ताल मखाना और गन्ने के रस गाता है. उपयुक्त पूरे पंक्तियों में कवि ग्रामीण वातावरण का वर्णन करते हैं. प्रकृति प्रेम को आधार बनाकर लिखी कविता बहुत सुंदर है. शब्द, रस, रूप, गंध, स्पर्श आदि 5 बिंबों के माध्यम से ग्रामीण सौंदर्य को व्यक्त किया है. ഇനി നമ്മൾ ഒരു കൺക്ലൂഷൻ പോലെ കൊടുക്കുകയാണ്. കവിത ബഹുത്ത് സുന്ദർ ഹേ, സരൽ ഭാഷ ഹേ, ബഹുത്ത് അധിക് പ്രാസംഗിക് ഹേ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു ടിപ്പണി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പണിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് നന്നായി പഠിക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായും ഈ ഒരു ചോദ്യം വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിലെ ഓൾ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ.